guys, welcome back to our YouTube channel. This is Devna and you watching Devuti Vlogger. ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. അതായത് നമ്മൾ സിമ്പിളായിട്ട് ചെയ്യാൻ പോകുന്നത് ഇത് കുറച്ച് മിനിറ്റേ ഉണ്ടാവുള്ളൂ. അതായത് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നൈറ്റ് ഡേ ഇൻ മൈ ലൈഫാണ്. അതായത് നമ്മൾ സിമ്പിളാണ് ഈ വീഡിയോ. അതായത് കുറച്ച് നമ്മൾ രാത്രിത്തെ എൻ്റെ രീതി ഞാൻ എങ്ങനെയായിരിക്കും ഒക്കെയാണ്. നമുക്ക് രാവിലെ തൊട്ടുള്ളത് എടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ. നമ്മൾ ഇത് വൈകിട്ടാണ് നമുക്ക് ഫോണ് അറേഞ്ച്മെൻറ്റ് കിട്ടുക. അതിനുശേഷമായിരിക്കും നമുക്ക് ഈ ഫോണ് കിട്ടുക. അപ്പോൾ എല്ലാം കൂടെ സെറ്റായി വരുമ്പോൾ ഇപ്പോഴാണ് എടുക്കാൻ പറ്റിയത്. ഉച്ചയ്ക്കാണ് നമ്മൾ കൃത്യമായിട്ട് എല്ലാം ഷൂട്ട് ചെയ്തതിൻ്റെ ഒക്കെ എഡിറ്റിംഗ് ഒന്നും ചെയ്യാറില്ല ചില നേരത്തൊന്നും. എന്താണ് എൻ്റെ എഡിറ്റ് ചെയ്ത് തരുന്നത് എൻ്റെ ഏട്ടനാണ്. പിന്നെ അതുകൊണ്ട് തന്നെ എനിക്കൊന്നും ചെയ്യാനും പറ്റില്ല. എനിക്ക് എഡിറ്റിംഗ് അറിയുന്ന കുറച്ച് കാര്യങ്ങളാണ്. ആ എഡിറ്റിംഗൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. ആപ്സ് വരെയാണ് ഞാൻ അത് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പം നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് കുറച്ച് പേര് പറയണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന്, നമ്മൾ ഇന്നലെ കണ്ട ആൾക്കാർ തന്നെയാണ്. രണ്ടാമത്തെ ഒന്നാമത്തെ പേര് പറയാം, വർഷിത, എന്താണ് ദക്ഷ, പിന്നെ അവളുടെ പേര് എന്താണ്, പൃഥ്വിക. അങ്ങനെ 3 പേരുടെ പേരാണ് എന്നോട് പറഞ്ഞത്. പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് ഇമ്പോർട്ടൻ്റ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ ശ്രദ്ധിക്കാത്തവർക്കാണ്. ദേവിത 7th ഞങ്ങൾ പഠിക്കുന്നത്. ഗേൾസ് സ്കൂളിലാണ് പഠിക്കുന്നത്, ചിറ്റൂർ ഗേൾസിലാണ്. അപ്പോൾ അവളുടെ പേര് എടുത്ത് പറയുന്നത് ദേവിത. ഓക്കെ, അവൾ പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ചായി പറയാൻ തുടങ്ങിയിട്ട്. എപ്പോഴാണ് ജാനുവരിയിൽ കണ്ട് പറയാൻ തുടങ്ങിയ, അപ്പോഴാണ് നമുക്ക് സമയം കിട്ടിയത്. നമ്മൾ ഷൂട്ടിങ് ചെയ്യണം വിചാരിച്ചതാണ്, പക്ഷേ നമ്മുടെ ഫോണിൽ ഫുള്ള് ഹാങ് ആയി പ്രശ്നങ്ങൾ വന്നു. രണ്ടാമത്തേന്ന് പറയുമ്പോൾ അതായത് ഓരോ തിരക്കുകൾ കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. ഇവിടെ ആരുമില്ല, ജസ്റ്റ് ഞാൻ തിങ്ക് ചെയ്യാണ്, ഇതവിടെ ആരുമില്ല. ഓക്കെ, അപ്പോൾ അടുത്തത് പറയാൻ പോകുന്നത് നമ്മുടെ വീഡിയോനെ കുറിച്ചാണ്. വീഡിയോ നമ്മൾ എന്താ പറയുക, എക്സാമൊക്കെ ആയി മാർച്ചിൽ. പിന്നെ നമ്മളെ കണ്ടന്റ് നമ്മൾ തിങ്ക് ചെയ്യണം. അതിന് എക്സാം ടൈമിൽ ഇങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. ഇപ്പം എക്സാമിന് മാർക്ക് പോയില്ല. എക്സാമിന് മാർക്ക് പോയാൽ എന്താവും, നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പോകാൻ പറ്റില്ല. 30% മാർക്ക് വേണം നമുക്ക്. അപ്പം 30% കിട്ടും എന്നാണ് എൻ്റെ ഒരു ധാരണ. കിട്ടും 30% കിട്ടും. 5 മാർക്കിന് 1% അങ്ങനെ എന്തോ ആണ് കണക്ക് എന്നാണ് പറഞ്ഞത്. എനിക്കറിയില്ല വലിയതായിട്ട്. എന്തായാലും എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം 65 ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോയിലിട്ട് എന്തായാലും പോവാം. പറഞ്ഞു ഞാൻ ദേവിത കേട്ടോ. അവള് പ്രത്യേകിച്ച് പറഞ്ഞോളൂ, ഇപ്പൊ കൂടി വിളിച്ച് പറഞ്ഞേ ഉള്ളൂ, എടി ഒന്ന് പറയാവോന്ന്. അതാണ് ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞിട്ടുണ്ട്, ദേവിത കേട്ടോ. ഓക്കെ, നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ എന്ത് ചെയ്യാൻ വെച്ചാൽ, നമുക്ക് എല്ലാ ദിവസവും രാത്രി ഇങ്ങനെ തുണി മടക്കാൻ വേണ്ടി കുറച്ചിങ്ങനെ ഇട്ടിട്ടുണ്ടാവും. എൻ്റെ തുണികൾ മാത്രമാണ് ഇത്. അപ്പം നമുക്ക് തുണി മടക്കി വെച്ചിട്ട് അതൊക്കെ ഷെൽഫിലേക്ക് ഒതുക്കി വരാം. അപ്പം ആദ്യം ഞാൻ തുണി മടക്കുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ക്യാമറ ഒന്ന് തിരിച്ച് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് തുണി മടക്കി വയ്ക്കാനുള്ളതുണ്ട്. അപ്പം നമുക്ക് തുണി മടക്കി വയ്ക്കാം. അപ്പം നമ്മൾ നല്ലോണം തുണിയൊക്കെ വൃത്തിയാക്കി നല്ല നീറ്റാക്കി മടക്കും. എന്നിട്ട് ആവശ്യമുള്ള സമയത്ത് ഡ്രസ്സിന് അയൺ വേണമെങ്കിൽ മാത്രമേ ചെയ്യാറുള്ളൂ. അല്ലാണ്ട് എല്ലാ ഇപ്പം വരെ പോണെങ്കിലൊന്നും അങ്ങനത്തെ ഡ്രസ്സൊന്നും നമ്മൾ അയൺ ചെയ്യാറില്ല. മേ ബി ഇനിയിപ്പോൾ കല്യാണമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അയൺ ചെയ്യും. അതിപ്പോൾ ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞ് ഒരു പരിപാടിക്ക് പോകുന്നുണ്ട്. അപ്പോൾ ആ കാര്യത്തിൻ്റെ തിങ്ങിൽ ഞാൻ പറഞ്ഞാണ് അയൺ ചെയ്യാൻ. അല്ലാണ്ട് ഞാൻ എല്ലാപ്പോഴും അയൺ ചെയ്തിട്ടില്ല. യൂണിഫോം പോലും അയൺ ചെയ്തിട്ടില്ല. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ ഡ്രസ്സിൻ്റെ കോഡ് വരുമ്പോൾ നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് സൂക്ഷിക്കുക മാത്രമാണ് നോക്കുന്നത്. ഈ അയൺ ചെയ്യുമ്പോൾ നമുക്ക് അയണിങ് മെഷീൻ വേണം. അതില്ലാത്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അത് ഇപ്പം ഉണ്ടായിരുന്നു, കുറച്ച് നാൾ ഉണ്ടായിരുന്നു, പക്ഷെ അത് കേട് വന്നു. കുറച്ച്
ഇതിന്റെ പ്രോഗ്രാമൊക്കെ ആണെങ്കിൽ ഞാൻ എന്തായാലും ചെയ്യും, അയൺ ചെയ്യാൻ കൊടുക്കും, പുറത്ത് അയൺ ചെയ്യാൻ കൊടുക്കും. അല്ലെങ്കിൽ പിന്നെ ആരെയെങ്കിലും വാങ്ങിക്കും, ഇതിലേതെങ്കിലും ഒന്ന് ചെയ്യാറുണ്ട്. ഇപ്പോൾ നമ്മൾ തുണി മടക്കി കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ഡ്രസ്സ് കുറച്ചേ വരാറുള്ളൂ എപ്പോഴും. നമ്മളിപ്പോൾ ഡെയിലി തിരുമണോണ്ട് നമ്മൾ കുറച്ച് ഡ്രസ്സേ വരാറുള്ളൂ. അതുകൊണ്ട് വൃത്തിയിൽ മടക്കുന്നത്. ഓക്കെ, നമുക്ക് ഇനി ഇതിനെയൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ഷെൽഫ് ഇതിൽ നമുക്ക് കൊണ്ടുവരും. ഈ ഡ്രസ്സ് ഉണ്ടല്ലോ ഗൈസ്, ഈ ഡ്രസ്സ് എനിക്ക് വർഷിത തന്നതാണ് എൻ്റെ ചടങ്ങിന്. കാണുന്നുണ്ടോ? തിരിയാരം പോലൊക്കെ ആണ്, എന്നാലും കുഴപ്പമില്ല. അപ്പൊ നമ്മൾ അടുത്തത് ഫുഡ് കഴിക്കണം. ഞാൻ ഫുഡ് കഴിച്ചിട്ട് വരാം. ഓക്കെ ബൈ. ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ ഫുഡൊക്കെ കഴിച്ചു വന്നു. ഇനി എന്താ പണി വെച്ചാൽ നമുക്ക് ഇനി ഇവിടെ പണിയൊന്നുമില്ല, ജസ്റ്റ് ടിവിയോ ഫോണോ എന്തെങ്കിലും കാണാണ്. ഞാൻ പറഞ്ഞല്ലോ, ഫോൺ ഞാൻ ഇടയ്ക്കൊക്കെയാണ് വാഷ് ചെയ്യാറ്. പക്ഷെ നമ്മൾ വീഡിയോ എപ്പോഴും ഈ ഡ്രസ്സൊക്കെ നമ്മൾ വൃത്തിയിടുകയാണ് ചെയ്യുന്നത്. അല്ല, ഞാൻ പറഞ്ഞു തന്നത് എപ്പോഴും ടി വി അങ്ങനെയൊക്കെ യൂട്യൂബ് അതിലും ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഒക്കെ കാണണം. ടി വിയിൽ കാണണമെങ്കിൽ നമ്മൾ ദൂരെ നിന്നാൽ കാണണം, പക്ഷെ ഫോണിൽ കാണുമ്പോൾ ചെറുതായി കാണാം. ഇനി ഇത് പറഞ്ഞിട്ട് വാശി പിടിക്കരുത് ഗൂഗിൾ ടി വി വേണമെന്ന്. നമ്മൾ ഫോൺ പറ്റുമ്പോൾ ഇടയ്ക്ക് കുറച്ച് നേരമൊക്കെ നോക്കാം, അല്ലാണ്ട് ഓട്ടോമാറ്റിക്കലി നിരന്തരം നോക്കിക്കൊണ്ടിരുന്നാൽ നമ്മുടെ കണ്ണിനെ പ്രശ്നം. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ 7:40 ഇനി ഒരു 9-10 മണിയാകുമ്പോൾ ഞാൻ കിടന്നുറങ്ങും. അപ്പോൾ അതുവരെ ഞാനൊരു ടി വി കാണും. അതിൽ കുറച്ച് വിഷ്വൽസ് എടുത്തു തരാം. അത് കഴിഞ്ഞ് നമ്മൾ വൈൻഡപ്പ് ചെയ്യും. ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ പറയും, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞ് നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യും. ഓക്കെ, നമ്മുടെ ആ ഷോർട്ട് വീഡിയോ കാണാം ഗൈസ്. അപ്പം ഞാൻ ടി വി കാണുകയാണ്. ടി വി കാണിച്ചു തരാം. ഇപ്പം ഞാൻ ചെറിയ ടി വിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി വലിയ ടി വി കാണും. ടി വി ക്ലിയർ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഞാൻ ഒരു മിനിറ്റ് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഒരു മിനിറ്റ്. അതായത് ക്യാമറയ്ക്ക് ചെറിയൊരു പ്രോബ്ലം വന്നു, അതാണ്. അപ്പം ഞാൻ ഈ വിഷ്വൽസ് കാണിച്ചു തന്നല്ലോ, ഇതാണ്. ഞാനിപ്പോൾ കിടക്കും, എന്നിട്ട് ഞാൻ ടി വി കാണും. അത് കഴിഞ്ഞ് ഒരു 9-10 മണിയാകുമ്പോൾ ഞാൻ കിടന്നുറങ്ങും. അവരുടെ ഫ്രണ്ടിൽ എൻ്റെ അച്ഛനും അമ്മയും ടി വി കാണുന്നുണ്ട്. അവരും കൂടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഉറങ്ങും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇൻസ്റ്റഗ്രാമും ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. ദേവനന്ദ വിജയൻ, അശ്വതി ദേവനന്ദ വിജയനും ഉണ്ട്. 2 എണ്ണം ഉണ്ട്. ഈ 2 എണ്ണവും ചെയ്യണമെന്ന് ഞാൻ പറയുന്നു. നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, പോസ്റ്റുകൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ചെയ്താൽ മതി. പിന്നെ ദേവിത, ഞാൻ നിൻ്റെ ഒരു പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ അവൾ എനിക്കൊരു ഗിഫ്റ്റ് തന്നു. എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ട്. ഒരു കമ്മലാണ് എൻ്റെ ബർത്ത്ഡേക്ക് തന്നത്. കുറച്ച് നാൾ മുമ്പ് എൻ്റെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു, പക്ഷെ അത് അപ്പം തരാൻ പറ്റിയില്ല. പകരം എനിക്കിപ്പം തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്, നന്നായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ഈ നൈറ്റ് ഡേ ഇൻ മൈ ലൈഫ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അടിച്ചു പൊട്ടിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു, വൈൻഡപ്പ് ചെയ്യണം.